ഹലോ എവ്രി വൺ, ഐ ആം ഇർഫാൻ അഹമ്മദ്. സക്സസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് SSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങിയാലോ? ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. ആനന്ദ് ലെൻഡ് 30,000 rupees ഇൻ 2 parts. 2 partsൽ ആനന്ദ് 30,000 രൂപ കൊടുത്ത്. അപ്പോൾ ഒരു പാർട്ട് P1 എന്നും മറ്റേ പാർട്ട് P2 ആണെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഓക്കെ, രണ്ടും കൂടെ ചേർന്നാൽ എത്ര കിട്ടും? P1 + P2 എന്ന് പറഞ്ഞാൽ 30,000 കിട്ടും. ഓക്കെ, ഒന്ന് അറ്റ് ദ റേറ്റ് ഓഫ് 8%. P1 എത്ര പെർസെൻറ്റേജിലാണ്? 8%. ആൻഡ് അതർ അറ്റ് ദ റേറ്റ് ഓഫ് 8%. P2 8%. ഓക്കെ, if the total annual simple interest on the amount for the year എത്രയാണ്? 2,650 ആണ്. രണ്ട് പാർട്സും 8%-നും 9%-നും കൊടുത്തപ്പോൾ ഇൻട്രസ്റ്റ് ആണ് എന്ത്? 2,650. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ദ മണി ലെൻഡ് അറ്റ് 8%? 8%-ൽ ലെൻഡ് ചെയ്ത എമൗണ്ട് എത്രയെന്നാണ് ചോദിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നോക്കുക, 8%-ൽ ഒരു എമൗണ്ട് കൊടുത്ത് 9%-ലും വേറൊരു എമൗണ്ട് കൊടുത്ത് രണ്ടും കൂടെ ചേർന്ന് കിട്ടിയത് എത്രയാണ്? 2,650 രൂപയാണ് എന്ത് ഒരു വർഷത്തേക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ 8% 30,000 രൂപ ഒരു വർഷത്തേക്ക് കൊടുത്താലുള്ള SI എത്രയായിരിക്കും? ഇൻട്രസ്റ്റ് എത്രയാണ്? 8%-ൽ 30,000 രൂപ ഒരു വർഷത്തേക്ക് കൊടുത്താലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 30,000/100 × 8 × 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 30,000 × 8/100 × 1 എത്ര വരും? ഈക്വൽ ടു 2,400 വരും. എന്ത്? 8%-ന് 8%-ന് 2,400 വരും അല്ലേ? ഇത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. 30,000/100 × 8 ചെയ്യുമ്പോൾ 2,400 കിട്ടും. സെയിം തന്നെ രണ്ടാമത്തെ SI എന്ത്? 9%-ന് എത്ര വരും? 300 × 9 എന്ന് പറഞ്ഞാൽ 2,700 രൂപ വരും. 8%-ൽ നമ്മൾ 30,000 രൂപ ഫുള്ള് കൊടുത്താൽ എത്ര കിട്ടും? 2,400. 9% കൊടുത്താൽ 2,700 ആണ്. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ എഴുതുന്നു 2,400 P1-ൻ്റെ എന്ന് പറഞ്ഞാൽ 8% അല്ലേ? P2-ൻ്റെ എത്രയാണ്? 9%. എത്ര കിട്ടിയത്? 2,700. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ് എന്ത്? 2,650. 2,650 അല്ലേ ചേർന്നിട്ട് കിട്ടിയത്. നമ്മളിത് അലിഗേഷൻ മെത്തേഡിലാണ് ചെയ്യാൻ പോകുന്നത്. അലിഗേഷൻ മെത്തേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, ജസ്റ്റ് രണ്ടും കൂടെ കുറക്കുക. 2,650 - 2,400 എത്ര കിട്ടും? 250 കിട്ടും. 250 2,700 - 2,650 എത്രയാണ്? 50 കിട്ടും. ഇത് രണ്ടിനെയും കൂടെ റേഷ്യോ എത്ര വരും? 1:5 എന്ന് വരും. 1:5 ആണ് അതിൻ്റെ റേഷ്യോ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാവുന്ന കാര്യം അറിയാമല്ലോ, ടോട്ടൽ എത്രയാണ്? ടോട്ടൽ സം ഈക്വൽ ടു 30,000 അല്ലേ? ഈ റേഷ്യോ എന്ന് പറഞ്ഞാൽ സമ്മിൻ്റെ റേഷ്യോ ആണ്. P1-ൻ്റെയും P2-ൻ്റെയും റേഷ്യോ ആണ്. P1 + P2 എത്രയാണ്? P1 + P2 1 + 5 എന്ന് പറയുമ്പോൾ 6 ആണ്. 6 ആണ് 30,000. നമുക്ക് വേണ്ടത് അപ്പോൾ 1 എത്രയാണ്? 30,000 ഡിവൈഡഡ് ബൈ 6. 5,000 രൂപയാണ് എന്ത്? 1 എന്ന് പറഞ്ഞാൽ 1 കിട്ടിയാൽ ബാക്കി രണ്ടും കണ്ടുപിടിച്ചൂടെ? 1 കിട്ടും 5 കിട്ടും. പക്ഷെ നമുക്കിവിടെ ആരെയാണ് വേണ്ടത്? 8% കൊടുത്ത എമൗണ്ട് എത്രയാണ് എന്ന് പറഞ്ഞാൽ P1 എത്രയാണ് വേണ്ടതെന്നാണ്. P1-ൻ്റെ വാല്യൂ എത്രയാണ്? P1-ൻ്റെ കറസ്പോണ്ടിങ് റേഷ്യോ എത്രയാണ്? 1 ആണ്. അപ്പോൾ 1 എത്രയാണ്? 1 എന്ന് പറഞ്ഞാൽ 5,000 ആണ്. അപ്പോൾ ആൻസർ കിട്ടിയില്ലേ? 1 എന്ന് പറഞ്ഞാൽ 5,000 ആണ് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ബി ആണ് നമ്മുടെ സൊല്യൂഷൻ. ഈസി ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്യാം. എന്താ ക്വസ്റ്റ്യൻ? ഒരു എമൗണ്ട് 2 പാർട്ടായിട്ട് കൊടുത്ത് ആ 2 പാർട്ടായിട്ട് കൊടുത്തപ്പോൾ ഉള്ള ഇൻട്രസ്റ്റ് ഒരു പാർട്ട് 8%, മറ്റേ പാർട്ട് 9%-ലുമാണ്. അത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ളത് എന്താ? ഇൻട്രസ്റ്റ് ആണ് എന്ത്? 2,650. അലിഗേഷൻ വഴി ചെയ്തപ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടി. ഓക്കെ അല്ലേ?